തെറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് 2 കമൻറ്റുകൾ കിട്ടും. ഒരാൾ തന്നെയാണ് അത് അയച്ചിരിക്കുന്നത്. വളരെ മോശമായ 2 കമൻറ്റുകളാണ്. അതായത് അയാളുടെ മറ്റെന്തോ ഒരു ബന്ധത്തിലുള്ള ആളിന് അയച്ചതാവാം എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ എനിക്കത് അയക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വർത്തമാനങ്ങളൊന്നും തന്നെയല്ല ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം ഞാൻ പറയുന്നത് കേട്ടിട്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നെഗറ്റീവ് വന്നാൽ ഞാനത് വിഷമിച്ച് ഇരിക്കുകയൊന്നുമില്ല. കാരണം ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോരുത്തരും അവരാർജിച്ചെടുത്ത കഴിവുകളാണ് അതൊക്കെ. എവിടെങ്കിലും ഒരു സ്ത്രീയെ കണ്ടാൽ ഒന്ന് ഞോണ്ടിയേക്കാം, ഒരു കമൻ്റ് അടിച്ചേക്കാം എന്ന് കരുതുന്നവരും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ടായിരിക്കാം. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സുഖമാണ്. അപ്പം അയാൾ ആ സുഖം തേടി നടന്നോട്ടെ. പക്ഷേ എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ തിരിച്ചു കിട്ടുന്നത് വലിയ വലിയ തിരിച്ചടികളായിരിക്കും. അതങ്ങ് പോട്ടെ, അതങ്ങ് വിട്ടു. ഞാൻ അതിന് മറുപടിയും കൊടുത്തു, അവിടെ നിന്നോട്ടെ. ഇനിയും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് മറുപടിയും കൊടുക്കും. അത് ഏത് രീതിയിലുള്ള കമൻ്റാണെങ്കിലും മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അല്ലേ? നമ്മൾ ആ മര്യാദ എപ്പോഴായാലും പാലിക്കണം. അയാളൊരു മോശം കമൻ്റ് ഇട്ടത് തന്നെ അയാൾ അത്ര സമയം എടുത്തിട്ടല്ലേ, 1 മിനിറ്റോ 2 മിനിറ്റോ എങ്കിലായാലും എടുത്തിട്ടുണ്ടല്ലോ ആലോചിച്ച് അങ്ങനെ 2 കമൻ്റ് ഇടണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ 2 മിനിറ്റിന് ഞാൻ 1 മിനിറ്റിൻ്റെ വാല്യൂ എങ്കിലും തിരിച്ചു കൊടുക്കണം, അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഒരു മോശപ്പെട്ട സ്ത്രീ എന്ന് കരുതി സമൂഹം അവളെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക എന്ന് വിചാരിക്കുക. മോശപ്പെട്ടത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് ഏത് രീതിയിലായിരിക്കും. അവൾ അങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീ ആകണമെന്നുണ്ടെങ്കിൽ ആ മോശമായ കാര്യത്തിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും ഒരു പുരുഷനായിരിക്കും, അല്ലേ? ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലൊരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പറയാം, ഒരു സ്ത്രീയെ മോശക്കാരിയാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പുരുഷനും ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ? പിന്നെ ചില സ്ത്രീകളുണ്ട്, അത് ഞാൻ പറയേണ്ടത് തന്നെ, പുരുഷന്മാരെ മനഃപൂർവ്വം മറ്റൊരു രീതിയിലേക്ക് കരുതി ഒരു തെറ്റും ചെയ്യാത്തവരെ കേസിലൊക്കെ പെടുത്തി അങ്ങനെ പോകുന്നവരുമുണ്ട്. അവർ കാശ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ പണം എങ്ങനെ എളുപ്പം സമ്പാദിക്കാമെന്ന് ചില സ്ത്രീകൾ കരുതുന്നത് കൊണ്ടാണ് പല കുടുംബങ്ങളും തകരാൻ കാരണമായി മാറുന്നത്, ഇല്ല? അത്തരത്തിലുള്ള സ്ത്രീകളും നമ്മുടെ ഇടയിലുണ്ട്. അത് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. അതെന്തുമായിക്കോട്ടെ, നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ 2 ഭാഗവും സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ല കമൻറ്റുകൾക്ക് നല്ല രീതിയിലും മോശം കമൻറ്റുകൾക്ക് അതിനനുസരിച്ചുള്ള തിരിച്ചുള്ള മറുപടിയും ഞാൻ നൽകും. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്? അത്രയ്ക്കും കട്ടിയില്ലാത്ത മനസ്സാണെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എല്ലാവർക്കും നല്ലൊരു മനസ്സ് ഉണ്ടായി വരട്ടെ, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഷമതകൾ എല്ലാവർക്കും ഉണ്ട്, അതിങ്ങനെയൊക്കെ തരണം ചെയ്യാം, അല്ലേ? നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനയെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദന. ആ വേദന എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങളതോർത്ത് വിഷമിക്കരുത്. അങ്ങനൊരു മനസ്സോടു കൂടിയാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പോസിറ്റീവായ കാര്യത്തെ ഞാൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും പലതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ എനിക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.